കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ കല്യാണത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണം നടത്തുമെന്ന് അറിയുന്നു. ADGP H വെങ്കടേഷിനോട് സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതികൾ ഉടൻ കേസെടുക്കാൻ സാധ്യതയില്ല. തുടരന്വേഷണത്തിനായി മധ്യപ്രദേശ് പോലീസ് ഇന്ന് കേരളത്തിലെത്തുമെന്നും വിവരമുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, ശരിക്കും ഈ രേഖകൾ പരിശോധിക്കാതെയാണോ നേതാക്കന്മാർക്ക് ഈ കല്യാണത്തിന് സഹായങ്ങൾ നൽകിയത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഇവർ എത്തിയത് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. തമ്പാനൂർ പോലീസാണ് ഇവർ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചത്. പക്ഷേ തമ്പാനൂർ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർ അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേസ് വിവാദമായ സാഹചര്യത്തിലൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായി ഉൾപ്പെടെ പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് അത് അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ADGP, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനോട് ഉടൻ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി DGP നിർദ്ദേശം നൽകിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസ് വലിയ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ വൈറൽ പെൺകുട്ടിയും ഭർത്താവും ഒളിവിലാണ് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. മധ്യപ്രദേശ് പോലീസ് കേരളത്തിലേക്ക് ഇന്ന് വീണ്ടും വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് എത്തുമെന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നു. ആ പശ്ചാത്തലത്തിലാണ് H വെങ്കടേഷിനോട് ഉടൻ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും MV ഗോവിന്ദനോട് എതിരെ ഉൾപ്പെടെ ലഭിച്ച പരാതിയിൽ ഉടൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി പോലീസ് ഒരു നീക്കം നടത്തുന്നില്ല എന്നുള്ളതാണ്. വിശദമായി ഈ രേഖകൾ അടക്കം പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേസെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോലീസ് പോകൂ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ മധ്യപ്രദേശ് പോലീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. വീണ്ടും ഇന്ന് ഈ രക്ഷകർത്താക്കളുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നു. എന്തായാലും കേരള പോലീസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. സ്കാൻ. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.